കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻഗണന ലഭിക്കാനുള്ള പ്രധാന കാരണം എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഹൈക്കമാൻഡുമായും രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധമാണ്. കേരളത്തിലെ പാർട്ടി എംഎൽഎമാരിൽ ഭൂരിഭാഗം പേരും വേണുഗോപാലിനെ പിന്തുണക്കുന്നുവെന്ന എ.ഐ.സി.സി. നിരീക്ഷകരുടെ റിപ്പോർട്ടും അദ്ദേഹത്തിന് കരുത്തേകുന്നു. കൂടാതെ കേന്ദ്ര സംസ്ഥാന മന്ത്രിയെന്ന നിലയിലുള്ള ദീർഘകാല ഭരണപരിചയവും വിവിധ ഗ്രൂപ്പുകളെയും സമുദായങ്ങളെയും ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു സമവായ നേതാവ് എന്ന പ്രതിച്ഛായയും അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് ഏറ്റവും അനുയോജ്യനാക്കുന്നു. ഘടകകക്ഷികൾക്കിടയിലെ എതിർപ്പുകൾ പോലും ഒരു പ്രമുഖ വ്യവസായിയുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. മറുഭാഗത്ത് വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള വഴിയിൽ തടസ്സമാകുന്നത് പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളും എംഎൽഎമാരുടെ പിന്തുണയിലെ കുറവുമാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മികച്ച ജനപിന്തുണയും യു.ഡി.എഫ് ഘടകകക്ഷികളുടെ പ്രീതിയും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ മത്സരം അദ്ദേഹത്തിന് വെല്ലുവിളിയാകുന്നു. സതീശനെ പിന്തുണച്ചുകൊണ്ട് അനുയായികൾ സോഷ്യൽ മീഡിയയിലും തെരുവിലും നടത്തിയ വൈകാരികമായ പ്രതിഷേധങ്ങൾ ഹൈക്കമാൻഡിനെ ചൊടിപ്പിക്കുകയും അത് അദ്ദേഹത്തിന് അനുകൂലമാകേണ്ട സാഹചര്യത്തെ അട്ടിമറിക്കുകയും ചെയ്തു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എംഎൽഎമാരുടെ ഭൂരിപക്ഷാഭിപ്രായം കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി വി.ഡി. സതീശനോട് ധനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ നേതൃത്വം നിർദ്ദേശിച്ചതായും വാർത്തകളുണ്ട്. സമുദായ സംഘടനകളെയും മുന്നണിയിലെ വിവിധ വിഭാഗങ്ങളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തേണ്ടി വരുന്നതും ഗ്രൂപ്പ് വൈരങ്ങൾ പരിഹരിക്കേണ്ടി വരുന്നതും സതീശന്റെ മുന്നിലെ വലിയ പ്രതിബന്ധങ്ങളാണ്. ചുരുക്കത്തിൽ ജനപിന്തുണയേക്കാൾ പാർട്ടിക്കുള്ളിലെ സംഘടനാപരമായ പിന്തുണയും ഡൽഹിയിലെ സ്വാധീനവുമാണ് ഈ അധികാര പോരാട്ടത്തിൽ നിർണായകമാകുന്നത്.